മുമ്പെങ്ങുമില്ലാത്ത വിധമാണ് ഇത്തവണ നാട്ടിലെ മാവുകളെല്ലാം പൂത്തത്. എന്റെ പറമ്പിലെ മാവുകളിലൊക്കെ ഇപ്പോൾ ഇലയേക്കാൾ കൂടുതൽ പൂവുകളാണ്. എന്റെ അച്ഛൻ പറഞ്ഞത് അച്ഛന്റെ ചെറുപ്പത്തിൽ പോലും ഇത്രത്തോളം മാവ് പൂത്തൊരു സമയം ഓർമ്മയിലില്ല എന്നാണ്. വരാൻ പോകുന്ന മാമ്പഴക്കാലത്തിന്റെ നല്ലൊരു സൂചന മാത്രമല്ല ഇത്രയും മാമ്പൂക്കൾ. പ്രകൃതിയും കാലാവസ്ഥയും നമ്മളോട് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നത് കൂടെയാണ്. മാവ് നന്നായി പൂക്കാൻ കൃത്യമായ കുറച്ച് കണ്ടീഷനുകൾ ആവശ്യമാണ്. ഒന്നാമതായി മണ്ണിലെ ഈർപ്പമാണ്. മണ്ണിലെ ഈർപ്പം കുറയുമ്പോൾ മാവ് സ്ട്രെസ് മനസ്സിലാക്കി ഇലകൾ വളർത്തുന്നതിന് പകരം പെട്ടെന്ന് പൂക്കാൻ ശ്രമിക്കും. രണ്ടാമതായി വേണ്ടത് കൃത്യമായ അളവിലുള്ള സൂര്യപ്രകാശമാണ്. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് തണുപ്പ്. കുറഞ്ഞ തണുപ്പിൽ മാവ് പൂക്കാനുള്ള ഹോർമോണുകൾ പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കും. ഇത്തവണത്തെ ചില പാരിസ്ഥിതിക കാരണങ്ങളാൽ ഉണ്ടായ ഉയർന്ന തണുപ്പ് നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ്. ഈ സമയത്ത് മഴ മാറി നിന്നതും മാവ് പൂക്കാൻ കാരണമായി. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഒരു നല്ല സൂചനയായി ഒരിക്കലും കാണാൻ പറ്റില്ല. ഇതേ പാറ്റേൺ തന്നെ വരും വർഷങ്ങളിൽ തുടരുമോ എന്നും നമുക്ക് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചതായി നമുക്ക് കണക്കാക്കേണ്ടി വരും. വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ ഒരു വൃക്ഷം പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ കൂടുതൽ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥം മാത്രമേ ഉള്ളൂ. ആ ചെടിയുടെ നിലനിൽപ്പിനെ അത് ഭയക്കുന്നു. എത്രയും പെട്ടെന്ന് പുതിയ തലമുറ ഉണ്ടാക്കാൻ അത് ശ്രമിക്കുന്നു എന്നർത്ഥം. എന്ന് കരുതി ഈ പൂക്കളൊക്കെ മാങ്ങയാവും എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിൽ ഏകദേശം 2-3% പൂക്കൾ മാത്രമാണ് മാങ്ങയായി മാറുക.